ബാബർ അസത്തിനെ തിരിച്ചു നിർത്തിയിട്ട് പുറകിൽ നിന്ന് മടലിനടിച്ച് ടീമിൽ നിന്ന് എടുത്ത് പുറത്തിറങ്ങണം. അതാണ് പാകിസ്ഥാൻ ആദ്യം ചെയ്യേണ്ടത്. ഇന്നെങ്ങാനും തോറ്റിരുന്നുണ്ടെങ്കിൽ തലേക്കൂടെ മുണ്ടിട്ടുകൊണ്ട് പോകേണ്ടി വന്നേ പാകിസ്ഥാൻ. കാരണം ഇപ്പോൾ ഇന്ത്യ ആയിട്ടുള്ള കളി ബോയ്ക്കോട്ടും ചെയ്തിട്ട് ഈ കളിയും തോറ്റിട്ട് ഇനി USA നല്ല രീതിയിൽ പെർഫോം ചെയ്ത് USA ഇന്ത്യയുമായിട്ട് ഒഴിച്ചുള്ള കളികളിൽ അറ്റ്ലീസ്റ്റ് നന്നായിട്ട് നല്ല റൺ റേറ്റിൽ ജയിക്കും കൂടെ ചെയ്തിരുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഈ ടൂർണമെൻറ്റിൽ നിന്ന് തന്നെ ഒരുപക്ഷെ പുറത്ത് പോയാൽ ഇന്നത്തെ കളി തോറ്റിരുന്നുണ്ടെങ്കിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ട്. കഷ്ടിച്ച് കയ്യിലിരുന്ന് കളി നന്നായിട്ട് ബോൾ ചെയ്തു. നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു. നെതർലൻഡിനെ 147 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് അവർക്ക് പിടിച്ചൊതുക്കാനായിട്ട് സാധിച്ചു. നല്ല ബാറ്റിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന വിക്കറ്റായിരുന്നു. പാകിസ്ഥാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് നല്ലൊരു പാർട്ണർഷിപ്പ് സൈം അയ്യൂബും അതുപോലെ തന്നെ ഷൈബ്സാദ ഫർഹാനും കൂടെ ബാറ്റ് ചെയ്ത് നല്ലൊരു പാർട്ണർഷിപ്പ്. ഷൈബ്സാദ ഫർഹാൻ 47 റൺസ് അടിച്ചു. ഇങ്ങനെ ഈ മൊമെൻറ്റത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു മാച്ചിനെ നേരെ തിരിച്ച് ഇത് നെതർലൻഡ്സിൻ്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് കിങ് ബാബറിന് സാധിച്ചു. ഇന്നത്തെ മാച്ചിൽ ഫുള്ള് മൊമെൻറ്റം തകർത്തിട്ട് പാകിസ്ഥാനെ കൊണ്ടുവന്ന് ഒരു പൊസിഷനിൽ കൊണ്ട് നിർത്തി, ഒരു വൃത്തികെട്ട പൊസിഷനിൽ കൊണ്ട് നിർത്തി. അവിടുന്ന് അവർക്ക് തിരിച്ചു കയറാൻ ഒരു ഓൾമോസ്റ്റ് കളി തോൽക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് പാകിസ്ഥാനെ കൊണ്ടെത്തിച്ചു. അതിൻ്റെ ഏറ്റവും മൂല കാരണം സത്യം പറഞ്ഞാൽ ബാബർ അസം തന്നെ. ബാബർ അസമത്തിനെ ഇങ്ങനെ കോളർ പിടിച്ച് ടീമിന് പുറത്തേക്ക് കളയേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇനി ബാബർ അസം ഇനി മൊട്ടയിട്ട് പോയാലും പാകിസ്ഥാൻ ഫാൻസിന് കിങ് ബാബറാണ്. കമ്പയർ ചെയ്യുന്നത് വിരാട് കോഹ്ലിയോടും മറ്റ് ലോകത്തിലെ പ്രമുഖ താരങ്ങളോട്. അവരും ബാബർ അസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ മണ്ടന്മാർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്ന് എന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമാണ്. ഷൈബ്സാദ ഫർഹാൻ, സൈം അയ്യൂബ് ഇവർ രണ്ടുപേരുടെയും സ്ട്രൈക്ക് റേറ്റ് 151, 184 ആണ്. അത് കഴിഞ്ഞാൽ വേറെ ആർക്കും 100 മേളിൽ സ്ട്രൈക്ക് റേറ്റ് ഇല്ല. ബാബർ അസത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 83 ഈ ഫഹീം അഷ്റഫ് വന്ന ആ ഒരു ക്യാമിയോ കളിച്ച് പാകിസ്ഥാനെ രക്ഷിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ, പുള്ളിക്കാരൻ വന്നിട്ട് ഇന്ന് 11 ബോൾ 29 റൺസ് അടിച്ച ക്യാമിയോ കളിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇന്ന് 8 നില പൊട്ടിയനെ, നാണം കെട്ടാനെ. ഈസി ആയിട്ട് ജയിക്കേണ്ട ഒരു നോർമൽ കളിയായിട്ട് പോകേണ്ട, ഒരു ബോറിംഗ് ആയിട്ട് പോകേണ്ട ഒരു കളിയെ പാകിസ്ഥാൻ ഒരു ത്രില്ലറാക്കി മാറ്റിയിരിക്കണം. അതിന് ICCയും ബ്രോഡ്കാസ്റ്റേഴ്സ് എല്ലാവരും പാകിസ്ഥാന് നന്ദി പറയണം.